ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ പപ്പി വാശി പിടിക്കാതെ. മോള് നല്ല കുട്ടിയല്ലേ. ടീച്ചർ പറയുന്ന കേൾക്കാതിരിക്കുന്ന കുട്ടിയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് ടീച്ചർ എന്തായാലും സമ്മതിക്കും. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ഹോംവർക്ക് ചെയ്ത് കാണിച്ചാ പോരെ? അതൊന്നും ശരിയാവില്ല. സത്യ ബുക്കും കൊണ്ട് വരുന്നത് വൈകിയാലോ ഹോംവർക്ക് ചെയ്യാൻ സമയം കിട്ടില്ലല്ലോ. മോള് റെഡിയാവ്. സത്യയോട് ബുക്കും കൊണ്ട് നേരത്തെ വരാൻ ശാരദാമ്മ വിളിച്ചു പറയാം. ദേ അമ്മയാകെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണേ. ഇനി സ്കൂളിൽ പോയില്ലെങ്കിൽ അമ്മ നല്ല തല്ല് തരുവേ. വെറുതെ എന്തിനാ ശാരദാമ്മയെ സങ്കടപ്പെടുത്തുന്നേ? നല്ല കുട്ടിയല്ലേ. ചെല്ല്, മോള് റെഡിയാവും. ഇല്ല, ഞാൻ ഇന്ന് പോകുന്നില്ല. ഇവളെ ഞാൻ ഇന്ന് ശരിപ്പെടുത്തും. ഇവിടെ ഒരു വടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എടി ശ്യാം, എന്റെ പൊന്നു മോളല്ലേ, ഒന്ന് റെഡിയാവ്. ഇല്ലെങ്കിൽ നിന്നെ തല്ലി ശരിയാക്കും. ഞാൻ പോവില്ല എന്ന് പറഞ്ഞാ പോവില്ല. ഈശ്വര, എന്ത് പറഞ്ഞ പപ്പി ഒന്ന് സ്കൂളിലേക്ക് അയക്കുക. ഇതൊക്കെ എന്റെ മോക്കിപ്പോ തനിയെ ചെയ്യാവുന്നതാണ്. ഞാൻ കിട്ടിയ അമ്മ കിട്ടുന്ന പോലെ ആവില്ല അമ്മേ. എല്ലാം ചെയ്തു തരാനേ കൂടെ നിൽക്കുന്നുണ്ടാ നിങ്ങളിങ്ങനെ മടിച്ചുകളായി പോന്നെ. പപ്പിക്കും ഇത് തന്നെ അവസ്ഥ. ശാരദാമ്മ അവൾക്ക് മുടിയെട്ടി കൊടുക്കണം. ശാരദാമ്മ മുടിയെട്ടാൻ പഠിപ്പിച്ചത് അമ്മയാണോ? അമ്മ കിട്ടുന്ന പോലെ തന്നെ ശാരദാമ്മ കിട്ടുന്നതും. ഞങ്ങള് 3 പെൺകുട്ടികളെയും കുളിപ്പിച്ച് ഡ്രസ് ഇടിയിച്ച് കണ്ണെഴുതി പൊട്ട് തൊടിയിച്ച് മുടിയൊക്കെ നല്ല ഭംഗിയായി പിന്നിടിയിച്ച് സ്കൂളിലേക്ക് അയച്ചിരുന്നതേ ഈ പറഞ്ഞ ശാരദാമ്മ തന്നെയായിരുന്നു. എന്നിട്ടാണോ എനിക്ക് ഒരാൾക്ക് കെട്ടിത്തരാൻ പറയുമ്പോ അമ്മയ്ക്ക് മടിയല്ലേ? അമ്മ ഇന്ന് വേറൊരവസ്ഥയില. മോളുടെ അച്ഛനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് എങ്ങോട്ടോ പോയി. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. എവിടേക്കാണെങ്കിലും പറഞ്ഞിട്ട് പോണ്ടേ അല്ലേ? വല്ല അത്യാവശ്യം കാണും, അല്ലെങ്കിൽ അങ്ങനെ പറയാതെ പോകുന്ന ആളല്ല എന്റെ അച്ഛൻ. അത് ശരി, അച്ഛനെ പറഞ്ഞപ്പോ മോൾക്ക് അങ്ങോട്ട് കൊണ്ടുവല്ലേ? എന്നാ പിന്നെ ബാക്കി അച്ഛനോട് എന്നെ കെട്ടിത്തരാൻ പറ. ഒരു അച്ഛൻ മോള് വന്നിരിക്കുന്നു. ആദ്യം എടുത്ത പണി തീർത്തെടുക്കാം അമ്മേ. അച്ഛൻ ഇന്ന് വൈകുന്നേരം ആവുമ്പോ തിരിച്ചു വന്നോളും. ഇപ്പൊ തൽക്കാലം ഇത്ര മതി. എഴുതാനുള്ളതെല്ലാം എഴുതിയിട്ടുണ്ടല്ലോ. വെറുതെ ടീച്ചറിനെ കൊണ്ട് എന്നെ വിളിക്കാൻ ഇടവരുത്തിക്കല്ലേ. മോളെ, ഇതൊന്ന് നോക്കിയേ. ഇത് രൂപ എടുത്തതിന്റെ മെസ്സേജ് അല്ലേ വന്നിരിക്കുന്നത്? അതോ ഇനി ആരെങ്കിലും പൈസ ഇട്ടതാണോ? എന്താ അതിൽ എഴുതിയിരിക്കുന്നേ? സത്യമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് 1 ലക്ഷം രൂപ വിഷ്ണുവേട്ടന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരിക്കുന്ന. ഇങ്ങനെ പണം മാറ്റുന്ന കാര്യമൊന്നും അവൻ എന്നോട് പറഞ്ഞില്ല. എന്നോട് പറയാതെ ഞാൻ ഒപ്പിട്ട് കൊടുക്കാതെ എങ്ങനെ ഇവന് പണം മാറ്റാൻ പറ്റി? എനിക്കത് മനസ്സിലാവുന്നില്ല. അത് ഓരോരുത്തർക്ക് കൊടുക്കാനായിട്ട് സത്യമ്മ ഒപ്പിട്ട ചെക്കെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് വിഷ്ണുവേട്ടനെ അല്ലേ? അതിലൊരു ചെക്കില് 1 ലക്ഷം രൂപ എഴുതി ബാങ്കിൽ കൊടുത്തു കാണും. ഇവൻ എന്തിനീ ചതി എന്നോട് ചെയ്തേ? അവന് പണം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൊടുത്തേനല്ലോ. ഇപ്പൊ പണവും ഇല്ല, ആളെയും കാണാനില്ല. പണം എന്തിനായിരിക്കും വിഷ്ണുവേട്ടൻ എടുത്തത്? എല്ലാം പറയുന്ന എന്നോട് പോലും വിഷ്ണുവേട്ടൻ ഈ പണത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഇതിലെന്തോ കള്ളക്കളിയുണ്ട്. എന്ത് കള്ളക്കളിയാണെങ്കിലും ആള് വീട്ടിലോട്ട് വന്നാലല്ലേ കാര്യങ്ങൾ അറിയാൻ പറ്റൂ. ഈ 1 ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് എടുത്തത് എന്തിനാണെന്ന് എനിക്ക് അറിയണം.